പുറത്തു പോകും, രാജിവെച്ച് പുറത്തു പോകും, രാജിവെച്ച് പുറത്തു പോകും, രാജിവെച്ച് പുറത്തു പോകും. കള്ളന്മാരും കൊള്ളക്കാരും, കള്ളന്മാരും കൊള്ളക്കാരും നാട് ഭരിച്ചു മുടിക്കുമ്പോൾ, നാട് ഭരിച്ചു പിടിക്കുമ്പോൾ അയ്യപ്പന്റെ പേര് പറഞ്ഞ്, അയ്യപ്പന്റെ പേര് പറഞ്ഞ് ഭക്തിയിലൂടെ അല്ലെങ്കിൽ അയ്യപ്പന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള അവിടുത്തെ വിലപിടിപ്പുള്ള സ്വർണങ്ങളും അതുപോലെ പണവും ഒക്കെ അപഹരിക്കാനുള്ള ഒരു പ്ലാൻ ബി ആയിരുന്നു ഇവരുടെ ഈ സ്ത്രീകളെ ശബരിമലയ്ക്ക് കയറ്റാനുള്ള ലക്ഷ്യമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് ഇവിടെ എന്താ കാര്യം? എന്നെ കേൾക്കുന്ന ഈ ഏരുവേശിയിലെയും ഉയിപ്രയിലും അല്ലെങ്കിൽ ഏരുവേശി പഞ്ചായത്തിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരായിട്ടുള്ള CPM പാർട്ടി മെമ്പറും ബ്രാഞ്ച് സെക്രട്ടറിമാരും ലോക്കൽ സെക്രട്ടറിമാരോടും എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് എന്താണ് ക്ഷേത്രത്തിൽ കാര്യം? ഇത് പറയാൻ പ്രത്യേക കാരണമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് ഞങ്ങളുടെ ക്ഷേത്രത്തിൽ കാര്യം? പണ്ട് കാലത്ത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാര് ഭൗതികവാദികളാണെന്നാണ് പറയുന്നത്. അവർക്ക് ആത്മീയതയിൽ തെല്ലും വിശ്വാസമില്ലായിരുന്നു. ഇവിടുത്തെ പാർട്ടി മെമ്പർമാരെ മലക്ക് പോകാൻ വേണ്ടി ആഗ്രഹിച്ച് അവന്റെ അമ്മയും അച്ഛനുമൊക്കെ ആഗ്രഹിച്ച് മകൻ വലുതാകുമ്പോൾ ശബരിമലക്ക് പോകണമെന്ന് നേർച്ച കൂട്ടിയിട്ടുണ്ടെങ്കിൽ പാർട്ടി മെമ്പർ ആണെങ്കിൽ അവൻ ശബരിമലക്ക് പോകാൻ വേണ്ടിയിട്ട് മാലയും മുണ്ടുമൊക്കെ വാങ്ങിച്ചു വന്നിട്ട് പാർട്ടി സെക്രട്ടറിമാർ അത് വിലക്കിയ ചരിത്രം എനിക്ക് നേരിട്ടറിയാം. എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള അന്നത്തെ ബ്രാഞ്ച് സെക്രട്ടറിയും പാർട്ടി മെമ്പറൊക്കെ ആയിട്ടുള്ള തെങ്ങുചെത്ത് തൊഴിലാളികളായിട്ടുള്ളവര് ആ മാലയും മുണ്ടുമൊക്കെ വീട്ടില് ഉപേക്ഷിക്കേണ്ട ഗതി ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പണ്ട് ഇവരെ വിളിച്ച മുദ്രാവാക്യം എന്താണ്? ക്ഷേത്രങ്ങൾ തച്ചു തകർത്തുകൊണ്ട് അവിടെ സാംസ്കാരിക നിലയങ്ങൾ പണിയണം, അല്ലെങ്കിൽ അവിടെ കപ്പ നട്ടിട്ട് ആ കപ്പ മരിച്ച് ഇവിടുത്തെ തൊഴിലാളികളുടെ പട്ടിണി മാറ്റണമെന്ന് പ്രസംഗിച്ചവരെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാര്. വിളക്കില് അമ്പലത്തിലെ വിളക്ക് കത്തിക്കുന്ന വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ 10 പപ്പടം കാച്ചാമെന്ന് പറഞ്ഞവരാ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാര്. പാർട്ടി മെമ്പറും പാർട്ടിയിലെ ബ്രാഞ്ച് സെക്രട്ടറി ലോക്കൽ സെക്രട്ടറി ഒക്കെ ഇതേ രീതിയിലുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിട്ടിട്ടുള്ളവരാ. മരിച്ചാൽ വീട്ടിലൊരു വിളക്ക് പോലും കത്തിക്കാൻ പറ്റില്ല. ഹിന്ദു വിശ്വാസ രീതിയില് മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ പോലും വിടാത്ത വികലമായ പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് എന്നു മുതലാണ് ഈ ക്ഷേത്രങ്ങളോട് ഇങ്ങനെ പ്രതിപത്തി തുടങ്ങിയത് എന്ന് ചിന്തിക്കാൻ എന്നെ കേൾക്കുന്ന ഞങ്ങളിവിടെ ജാഥ വിളിച്ചു വന്ന ഒരാൾക്കും അതിന് സന്ദേഹമില്ല. പക്ഷെ എവിടെയെങ്കിലും എന്നെ കേൾക്കുന്ന CPM-ന്റെ ജാഥക്കാളെ കൂട്ടാൻ പോകുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാർട്ടി മെമ്പറായിട്ട് വരുന്നവരുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ ചോദിക്കണം, ഗോവിന്ദൻ മാഷ് പറഞ്ഞ പൗരുദ്ധ്യാത്മിക ഭൗതികവാദത്തിൽ നമ്മൾക്ക് വിശ്വസിക്കാനുള്ള അവകാശമുണ്ടോ എന്ന് നിങ്ങൾക്ക് ചോദിക്കണം. ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ്. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ട്യൂബ്ലൈറ്റ് പോലെയാ. അവർ കുറച്ച് കഴിഞ്ഞേ കത്തുകയുള്ളൂ. അതുകൊണ്ടാണ് കമ്പ്യൂട്ടർ വന്നപ്പോഴും മെഷീൻ കല്ല് വന്നപ്പോഴും അതുപോലെ ഈ രാജ്യത്ത് ലോക നിലവാരത്തിലേക്ക് ഡിജിറ്റലൈസേഷൻ വന്നപ്പോഴൊക്കെ അതിനെതിരെ പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് അതിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് എപ്പോഴും വികസനത്തിനെതിരെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതപ്പതിച്ചത്. അതിന് ചുക്കാൻ പിടിച്ചത് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ഹിന്ദുമത വിശ്വാസികളെ നിങ്ങൾ ഭൗതികവാദികളാണ്, RSS-ന്റെയും BJP-യുടെയും കളികൾ കൊണ്ടാണ് ആത്മീയത എന്ന് പറയുന്നത് മനുഷ്യനെ മയക്കുന്ന കറുപ്പ് എന്ന് പറഞ്ഞ ലഹരിയാണ്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറഞ്ഞത് കാർൽ മാർക്സ്. അതുപോലെ ഏത് വിശ്വാസത്തെയാണെങ്കിലും നിങ്ങൾ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടാൽ മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ എന്ന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താത്വികാചാര്യനായിട്ടുള്ള കാർൽ മാർക്സ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മളുടെ ഏരുവേശി പാടിക്കുട്ടി ദേവി ക്ഷേത്രം ഉണ്ടല്ലോ, പാടിക്കുട്ടി അമ്മ. ഈ പാടിക്കുട്ടി ദേവി ക്ഷേത്രത്തിൽ ഇപ്പൊ കുറച്ച് അഭിനവ ഭക്തന്മാർ വന്നിട്ടുണ്ട്. പണ്ടിതിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി നമ്മളിവിടെ ഗോപാലകൃഷ്ണേട്ടനും അതുപോലെ ചന്ദ്രദാസേട്ടനും അതുപോലെ ഗംഗം മാഷും അങ്ങനെയുള്ള ഇവിടെ കുറെ ആൾക്കാരുടെ നേതൃത്വത്തിൽ ആ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി ഈ നാട് മുഴുവൻ നടന്ന് പണം പിരിച്ച് ക്ഷേത്രമൊന്ന് ഉയർന്ന് അവിടെ ആൾക്കാർ കയറേണ്ട ഒരു സാഹചര്യം വന്നപ്പോ ഇവിടുത്തെ കുറച്ച് സഖാക്കന്മാർക്ക് ഒരു പൂതി കയറി. ഞങ്ങളുടെ വാസവനും കടകംപുള്ളിയൊക്കെ മന്ത്രിമാരായിരിക്കുന്ന ദേവസ്വം ബോർഡ് വഴി ഈ ക്ഷേത്രത്തെ എടുത്തിട്ട് അവിടുത്തെ കസവിന്റെ ഒരു ചട്ടയൊക്കെ ഇട്ട് ആ നടയുടെ മുമ്പിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ഫേസ്ബുക്കിൽ ഇടുന്ന രീതിയിലേക്ക് അവരുടെ ഭൗതികവാദം അലിഞ്ഞു പോയിരിക്കുകയാണ്.
ഭൗതികവാദം അലിഞ്ഞു പോയിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇതിൽ സന്ദേഹമുണ്ട്. നിങ്ങളുടെ ലക്ഷ്യം ഈ നാട്ടിലെ വിശ്വാസികളെ സംരക്ഷിക്കലല്ല. ഇവിടുത്തെ CPM-ന്റെ ഒരു നേതാവ് മുമ്പ് പ്രസംഗിച്ചത് ഞാൻ പൂപ്രമിൽ വെച്ച് ഓർക്കുകയാണ്. പൂപ്രമിൽ വെച്ച് പ്രസംഗിച്ചതാ. ഞങ്ങളുടെ ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ട് കാലാകാലങ്ങളായി 10-38 വർഷമായി ഇവിടുത്തെ പാടിക്കുട്ടി ദേവി ക്ഷേത്രത്തിലേക്കാണ് ശോഭയാത്ര സമാപിക്കുന്നത്. അതിൽ അനേകം ജനങ്ങൾ പങ്കെടുക്കാറുണ്ട്. അതൊന്നും BJP-ക്കാരും RSS-കാരുമാണെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ഹിന്ദുമത വിശ്വാസികളായിട്ടുള്ള ശ്രീകൃഷ്ണന്റെ ഭക്തന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ ആ അമ്പാടി കണ്ണന്റെ ജന്മദിനം ആഘോഷിക്കാൻ വരുന്നുണ്ട്. ഞങ്ങൾ അതിന് ചുക്കാൻ പിടിക്കുന്നു. അതിന്റെ മുമ്പേ നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് വിളറി കൊണ്ടിട്ടുള്ള ഒരു അഭിനവ ചെയർമാൻ പറഞ്ഞു, നിങ്ങളുടെ ഈ അതിവിടെ ഞാൻ പറയുന്നത് ശരിയല്ല, ഒരു പ്രത്യേക ഭാഷയിൽ പറഞ്ഞു അതിവിടെ കയറ്റാൻ പറ്റാന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഭഗവത് ധ്വജത്തിനെ വളരെ അവഗണിക്കുന്ന രീതിയിൽ അവർ പറഞ്ഞു. ഞാൻ വടക്കേ ഇന്ത്യയിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. അവിടെയൊന്നും ഈ കാവിക്കൊടി എവിടെയില്ല എന്ന് പറഞ്ഞു. ഞാൻ വടക്കേ ഇന്ത്യയിലൊന്നും പോകണ്ട, ഇവിടുന്ന് കാഞ്ഞങ്ങാടിനപ്പുറം പോയാൽ മുഴുവൻ ക്ഷേത്രങ്ങളും ഇതാണുള്ളത്. കേരളത്തിൽ യാത്ര ചെയ്തതിന് അതൊക്കെ ഒരു മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഇവനെ പോലെയുള്ള ആൾക്കാര് എന്തിനാണ് ഇതിന് നുഴഞ്ഞു കയറിയിട്ടുള്ളത് എന്ന് നമ്മൾ സംശയിക്കുക. ഇപ്പൊ ശബരിമലയിലെ കാര്യം നമുക്ക് ശബരിമലയിലേക്ക് പോകാം. എന്താ അവിടെ സംഭവിച്ചിട്ടുള്ളത്? കിങ്ഫിഷറിന്റെ മുതലാളിയായിട്ടുള്ള വലിയ വ്യവസായ ഭീമനായിട്ടുള്ള വിജയ് മല്യ സ്വർണം പൊതിയാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ചില നേർച്ചയുടെ ഭാഗമായി ശ്രീകോവിൽ മൊത്തം സ്വർണം പൊതിയാൻ വേണ്ടി തീരുമാനിച്ചു. ദ്വാരപാലക ശില്പം സ്വർണം പൊതിച്ചു. സ്വർണം പിന്നെയും സ്വർണ്ണ പൂശി. എല്ലാവരും കേട്ടിട്ടുണ്ടോ? സ്വർണം വീണ്ടും സ്വർണം പൂശുക. നിങ്ങളൊക്കെ സ്വർണം ഉപയോഗിക്കുന്നവരല്ലേ? നമ്മുടെയൊക്കെ വീട്ടിൽ അമ്മമാരും അതുപോലെ തന്നെ പുരുഷന്മാരും അടക്കം സ്വർണം ഉപയോഗിക്കുന്നവർ. അവർ സ്വർണത്തിന് മുകളിൽ പിന്നെ സ്വർണം പൂശുവോ? ചെമ്പിന്റെയോ വെള്ളിയുടെയോ മേലെ സ്വർണം പൂശു. പക്ഷേ ഇതൊക്കെ ഈ കാട്ടുകള്ളന്മാർ, കോൺഗ്രസുകാരും CPM-കാരും കാലാകാലമായി അവിടെ നിന്നും പണം അടിച്ചു മാറ്റാൻ വേണ്ടി നമ്മുടെ ശബരീശനെ മറയാക്കുകയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. ആരാ? ഈ പിണറായി വിജയനെയൊക്കെ പോറ്റി ഇപ്പൊ പോറ്റിയെ പിടിച്ചിട്ട് ഇവര് അതിൽ നിന്ന് കൈകെടുക്കാൻ വേണ്ടി പുറപ്പെടുക. എന്താ സംഭവം? ഈ പോറ്റിയെ മാത്രം പിടിച്ചാൽ മതിയോ? ഈ നാട്ടിലെ മന്ത്രിയുടേതോ അല്ലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെയോ ഒരു സഹായമില്ലാതെ പോറ്റിയെ പോലെ ഒരു കാട്ടുകള്ളൻ ഏത് സമയത്തും VIP സുരക്ഷയുള്ള CCTV ക്യാമറയുള്ള പോലീസിന്റെ സംരക്ഷണയുള്ള ആ ശബരിമലയിലെ അനുസൃതമായിട്ട് യാത്ര ചെയ്ത് ശ്രീകോവിലിന്റെ അകത്ത് വരെ കയറാനുള്ള അവകാശം അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു പോറ്റി മാത്രമാണോ? പിണറായി വിജയനെ പോറ്റുന്നവനല്ലേ ഈ പോറ്റി? വാസവനെ പോറ്റുന്നവനല്ലേ ഈ പോറ്റി? നമ്മൾ ചിന്തിക്കണ്ടേ? ഇപ്പൊ ഒരു മുരാരിയുടെ പേര് പറഞ്ഞു. ആ മുരാരി എങ്ങനെ വന്നതാ? മുരാരിയൊക്കെ ഇവിടുത്തെ ചില സാമുദായിക സംഘടനകളുടെ നോബിനിയായിട്ട് അവിടുത്തെ ചെയർമാന്റെ ഗൺമാനായി വന്നിട്ട് ഉയർന്നു വന്നിട്ട് അവൻ പണവും കെട്ടിപ്പോയിരിക്കുക. ഞങ്ങൾ പറയുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനം ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഈ പ്രതിഭാസം എന്ന് പറയുന്നത് അസംഘടിതരായ ഹിന്ദു സമൂഹത്തിന്റെ ആ അസംഘടിതാവസ്ഥ മുതലെടുത്തുകൊണ്ട് ഇവിടുത്തെ കോൺഗ്രസുകാരനും CPM-കാരനും അതിന് കൈയിട്ട് വാരുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബോർഡാണ് ദേവസ്വം ബോർഡ്. ആ ദേവസ്വം ബോർഡില് നാഥനില്ല കളരിയായി, അല്ലെങ്കിൽ ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിന്റെ ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ ഇവിടുത്തെ ശബരിമലയായാലും മറ്റു ദേവസ്വം ബോർഡായാലും ആ ദേവന്റെ മുതല് ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാമെന്ന് ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിന് ഉറപ്പ് കൊടുത്തിട്ടാണ് ഈ ദേവസ്വം ബോർഡ് രൂപീകരിക്കുകയും അവിടെ ഇവന്മാരുടെയൊക്കെ ആൾക്കാരെ തിരികെ കയറ്റിക്കൊണ്ട് അവരുടെ ഭരണം നടത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് എന്താ അമ്പലത്തിൽ കാര്യം? നാണമില്ലാതെ നാളെ കണ്ടെങ്കിൽ ഇങ്ങനെ പറയും ഞങ്ങളും എന്താ അമ്പലത്തിൽ പോയാലും. പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ കാർൽ മാർക്സ് അപ്പൂപ്പനോട് ചെയ്യുന്ന തെറ്റാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ എത്ര കമ്മ്യൂണിസ്റ്റുകാർ ഈ ഏരിവേശിയിലെ കാര്യം ചിന്തിച്ചതിന് നമുക്കറിയാം. ബ്രാഞ്ച് സെക്രട്ടറിമാരും അതുപോലെ പാർട്ടി മെമ്പർമാരുമായിട്ടുള്ളവരാണ് ക്ഷേത്രത്തിന്റെ ഭരണത്തിലിരിക്കുന്നത്. അവരെന്നാ ഈ പാടിക്കുട്ടി അമ്മയെ ടെസ്റ്റ് ട്യൂബിൽ കണ്ടത് എന്നൊന്ന് വിശദീകരിക്കണം. ഏതൊരു വസ്തുവിനെ ശാസ്ത്രീയമായി തെളിയിച്ച് ഇവരുടെ ശാസ്ത്രീയ അടിത്തറയിൽ മാത്രമാണ് CPM നിലകൊള്ളുന്നത്. എന്നിട്ട് ഇപ്പൊ ഇവിടുത്തെ ഹിന്ദുക്കളെ പറ്റിക്കാൻ വേണ്ടി പറയും അവരവർക്ക് ആവശ്യമുള്ള രീതിയിൽ വിശ്വാസികൾക്ക് ഞങ്ങൾ എതിരല്ല എന്ന് പറയും. അത് ഈ ശബരിമലയിൽ പോകാൻ മാലയിടുന്ന ബ്രാഞ്ച് സെക്രട്ടറിയോടും ലോക്കൽ സെക്രട്ടറിയോടും മലപ്പുറത്തെ വീട്ടിൽ വെള്ളാട്ടം കിട്ടിയ
നേർച്ച കഴിപ്പിച്ച ബ്രാഞ്ച് സെക്രട്ടറിയൊക്കെ മാറ്റുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ പള്ളിയിൽ പോകുന്നതിനോ ക്രിസ്ത്യൻ പള്ളിയിൽ പോകുന്നതോ ബ്രാഞ്ച് സെക്രട്ടറിക്കോ അല്ലെങ്കിൽ CPM-ന്റെ ഒരു നേതാവിന് യാതൊരു നിഷേധവുമില്ല. നമ്മളിടയിൽ മാത്രമാണ് ഇതുള്ളത്. അതുകൊണ്ട് ഇവിടുത്തെ ഹിന്ദു സമൂഹം നിങ്ങൾ ആലോചിക്കുന്ന ഒരു കാര്യം ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്. എന്താണെന്നറിയോ? ഈ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ എന്നെ ശ്രമിക്കുന്ന ഭക്തന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ 5 പൈസ നിങ്ങൾ അതിന്റെ ഭണ്ണാരത്തിലിടാൻ വേണ്ടി പാടില്ല. നിങ്ങൾ ഇവിടെ നമ്പൂതിരിക്ക് ഒരു ദക്ഷിണ കൊടുത്തോ, ആ നമ്പൂതിരിയുടെ കുടുംബമെങ്കിലും രക്ഷപ്പെടും. പിണറായി വിജയനെയും ഇവിടുത്തെ കോൺഗ്രസിന്റെ മന്ത്രിമാരെയും രക്ഷപ്പെടുത്താനുള്ള ബാധ്യത ഇവിടുത്തെ ഹിന്ദു ഭക്തന്മാർക്കില്ല. നമ്മളത് മനസ്സിലാക്കണം ഈ സത്യം. ശബരിമലയുടെ മറ്റൊരു വിഷയം പറയാം. ശബരിമലയിലെ ഹിന്ദുക്കളുടെ മുഴുവൻ കാണിക്കയും ദേവസ്വം ബോർഡിനാണ്. അതിന്റെ താഴെ ഒരു ബാബരി പള്ളിയുണ്ട്. ആ ബാബരി പള്ളിയിൽ നമ്മുടെ അയ്യപ്പന്റെ വിശ്വാസവുമായി ബന്ധപ്പെടുത്തി ചില കഥകൾ മെനഞ്ഞുണ്ടാക്കിയിട്ട് അവിടെ ഇടുന്ന പണമെല്ലാം അത് പള്ളിയാ കൈകാര്യം ചെയ്തത്, അതിന്റെ ട്രസ്റ്റാ കൈകാര്യം ചെയ്തത്, വഖഫ് ബോർഡ് പോലുമല്ല. ഹിന്ദു വിശ്വാസത്തിന്റെ ഇടയിൽ തന്നെ തെറ്റിദ്ധാരണജനകമായിട്ടുള്ള വിശ്വാസങ്ങൾ പരത്തിക്കൊണ്ട് ചില പ്രത്യേക മതങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ലൂപ്പ് ഹോൾ ഉണ്ടായി കൊടുക്കപ്പെട്ട ഗവൺമെന്റുകൾ. അതുകൊണ്ടാണ് തങ്ങൾക്കൊന്നും യാതൊരു ബന്ധവുമില്ലാത്ത ഗാസക്ക് വേണ്ടി നിലവിളിക്കുന്നത്, പാലസ്തീന് വേണ്ടി നിലവിളിക്കുന്നത്. ഈ ഭാരതത്തിലും കേരളത്തിലും 100 വിഷയങ്ങളില്ലേ? ഇതൊക്കെ മറച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഹിന്ദു സമൂഹം കേരളത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവരുടെ പാർട്ടിയാണ് എന്ന് മുമ്പ് അവകാശപ്പെട്ടിരുന്ന CPM പാർട്ടിയുടെ അടിത്തറ ഇളക്കിക്കൊണ്ട് ഇവിടുത്തെ ഹിന്ദു സമൂഹം അവർക്ക് വേണ്ടി സംസാരിക്കുകയും അവർക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അനുകൂലമായി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അതുപോലെ തന്നെ CPIM-ന്റെയും CPI-യുടെയും പാർട്ടി കോൺഗ്രസുകളില് നിങ്ങൾ ഉണ്ടാക്കിയ രാഷ്ട്രീയ പ്രമേയത്തില് നിങ്ങൾക്ക് സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ ഹിന്ദുക്കൾക്ക് വേണ്ടി, ഇവിടുത്തെ ഈ ഭാരതീയർക്ക് വേണ്ടി, ഈ രാഷ്ട്രത്തിന് വേണ്ടി, ദേശീയവാദികളായിട്ടുള്ളവർക്ക് വേണ്ടി അവരുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉദയം കൊണ്ടിട്ടുണ്ട് കേരളത്തിന്റെ മണ്ണിൽ. വിശ്വാസികളെ പറ്റിച്ച കമ്മ്യൂണിസ്റ്റ് കള്ളന്മാർക്ക് ശ്രീധനം കിട്ടിയ സത്തല്ല